അപ്പോൾ അങ്ങനെ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് ഇറങ്ങി നല്ല കപ്പൊക്കെ വാങ്ങിച്ച് നല്ല പെൺകുട്ടീനും കെട്ടി ഒരാൾ നിങ്ങൾക്ക് വാക്കുന്നില്ലേ. ഇപ്പോൾ ബിഗ് ബോസ് കണ്ടസ്റ്റന്റുകൾക്ക് ഒരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ്. ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂമിൽ ഒരു കണ്ണാടി വെച്ചിട്ടുണ്ട്. ആ കണ്ണാടിയിൽ നോക്കിയിട്ട്, അതായത് അവരോട് തന്നെ സംസാരിക്കുക. മനസ്സിൽ എന്തൊക്കെ വിഷമങ്ങളോ സങ്കടങ്ങളോ എന്തൊക്കെയുണ്ടോ, എന്തൊക്കെ ഫീലിങ്സ് ഇപ്പോൾ മനസ്സിൽ തോന്നുന്നുണ്ടോ, അതൊക്കെ ആ കണ്ണാടിയിൽ നോക്കി, ആ മുഖത്തേക്ക് നോക്കി പറയുക എന്നുള്ളതാണ്. ആദ്യം തന്നെ അവസരം കിട്ടുന്ന ജിൻഡോയ്ക്കാണ്. ജിൻഡോ ആ റൂമിലേക്ക് കടന്നു വരുന്നു. ജിൻഡോയെ തന്നെ നോക്കി സംസാരിക്കുകയാണ്. ഒരു 10-15 മിനിറ്റോളം ജിൻഡോ നിർത്താതെ സംസാരിക്കുകയാണ്. എത്ര മനോഹരമായിട്ടാണ് ജിൻഡോ സംസാരിക്കുന്നത്. ജിൻഡോയുടെ ജീവിതത്തെക്കുറിച്ച്, ജിൻഡോ വന്ന വഴികളെക്കുറിച്ച്, പഠനകാലത്തെക്കുറിച്ച്, ജോലി മേഖലകളെക്കുറിച്ച്, ലൈഫിലെ ഓരോ അച്ചീവ്മെൻറ്റുകളെക്കുറിച്ച്, അത് നേടാൻ വേണ്ടി എടുത്ത പ്രയത്നത്തെക്കുറിച്ച്, അങ്ങനെ എത്രയെത്ര കാര്യങ്ങളാണ് ജിൻഡോ സംസാരിച്ചത്. സത്യം പറഞ്ഞാൽ ഇത് കേട്ടപ്പോൾ ഒരു മോട്ടിവേഷൻ ക്ലാസ്സിൽ പങ്കെടുത്തതുപോലെ തോന്നി. ജീവിതത്തിൽ എത്രയെത്ര കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടാണ് ഇന്ന് ഈ അച്ചീവ്മെൻറ്റ് ജിൻഡോ എത്തിയത്. ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന സമയത്ത് ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ, ഒരുപാട് ഒറ്റപ്പെടുത്തലുകൾ, കള്ളനെന്നും മണ്ടനെന്നുമുള്ള വിളികൾ. പക്ഷെ അതൊക്കെ കേൾക്കുമ്പോഴും ജിൻഡോ എന്ന മനുഷ്യനുള്ളിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, ആ കപ്പിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി ജിൻഡോ ഇവിടെ കഷ്ടപ്പെട്ടു, ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചു. 9 നോമിനേഷനിൽ വന്നു. ഈ ബിഗ് ബോസ് ഹൗസിൽ തന്നെ കള്ളനെന്ന് വിളിച്ചവരോട് പ്രതികാരം ചെയ്ത കാര്യം ജിൻഡോയുടെ പറയുന്നുണ്ട്. സാബുവും ശ്വേതയും ഒക്കെ വന്ന സമയത്ത് ജിൻഡോയെ ഒരു രത്നക്കല്ല് ഏൽപ്പിച്ചു, അത് സൂക്ഷിക്കാൻ വേണ്ടി. ജിൻഡോ പറയുന്നത് വേണമെങ്കിൽ ആ കല്ല് ജിൻഡോയ്ക്ക് അടിച്ചു മാറ്റാം, ആരും അവിടെ ചോദ്യം ചെയ്യില്ല, തിരിച്ചു കൊടുക്കേണ്ടി വരത്തില്ല. പക്ഷേ ആ കല്ല് ജിൻഡോ അടിച്ചു മാറ്റിയില്ല. കാരണം തൻ്റെ സത്യസന്ധത അവിടെ തെളിയിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അയാളുടെ ലക്ഷ്യം. ഒരുപക്ഷെ ആ കല്ലെടുത്തിരുന്നെങ്കിൽ ആ കല്ലിൻ്റെ എന്തെങ്കിലും പ്രിവിലേജ് ജിൻഡോയ്ക്ക് കിട്ടിയാന്. പക്ഷേ അതൊന്നും ചെയ്യാൻ അയാൾ തയ്യാറായില്ല. ഫൈനൽ 5ലേക്ക് എത്തുവാൻ വേണ്ടി ആ ബിഗ് ബോസ് ഹൗസിൽ കഠിനമായ പ്രയത്നം ചെയ്തു. ഇപ്പോൾ അതിൻ്റെ വക്കിൽ വരെ എത്തി നിൽക്കുകയാണ്. അവസാനം ആ കണ്ണാടിയിൽ നോക്കി ജിൻഡോയോട് തന്നെ പറയുകയാണ്, ജിൻഡോ നീ കപ്പ് എടുക്കണം, ഈ കപ്പുമായിട്ട് നീ ബിഗ് ബോസ് ഹൗസ് വിട്ടു പോകാവുള്ളൂ, കാരണം നീ ഇവിടെ വന്നത് ഈ കപ്പിന് വേണ്ടിയാണ്. എത്ര മനോഹരമായ, അത്രയ്ക്കും അട്രാക്റ്റീവായ ഒരു മോട്ടിവേഷൻ ക്ലാസ് തന്നെയാണ് ജിൻഡോയോട് തന്നെ നടത്തിയത്. ജിൻഡോയുടെ ഈ ഒരൊറ്റ ആക്ടിവിറ്റി മതി ജിൻഡോയുടെ ക്വാളിറ്റി എന്താണെന്ന് തെളിയിക്കാൻ. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങളിതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.